ഞാൻ ഈ ഒരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് ഒരു വീട് മേടിക്കാൻ ശ്രമിക്കുവാണ്. കഴിഞ്ഞ ട്രേഡിൽ നമ്മൾ 1 രൂപയുടെ ഒരു പിന്ന് ട്രേഡാക്കി 48,000 രൂപയുടെ ഗോൾഡ് കോയിനാക്കി മാറ്റി. ഇന്ന് നമ്മൾ പുതിയൊരു ട്രേഡ് തുടങ്ങുവാണ്. നമ്മൾ ഒഫീഷ്യലി ചലഞ്ച് വിന്നേം സ്റ്റാർട്ട് ചെയ്തിരിക്കാം. പക്ഷെ എപ്പോഴും എല്ലാം തുടങ്ങുന്നത് ഒരു സേഫ്റ്റി പിന്നിൽ നിന്നാണ്. അപ്പോഴാണ് വഴിയിൽ വെച്ച് ഞാൻ ഈ ചേട്ടനെ കണ്ടത്. ഞാൻ ഈ ചലഞ്ചിനെ പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും ചേട്ടൻ നല്ല ഹാപ്പി മൂഡിൽ എനിക്കൊരു പിന്ന് തന്നു. എനിക്കൊരു സേഫ്റ്റി പിൻ തരാം. പിന്നെ തന്ന ചേട്ടന്റെ പേരാണ് റോബിൻ ചേട്ടൻ. കച്ചവടം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ പിന്നൊക്കെ ചേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. നമുക്ക് സേഫ്റ്റി പിൻ കിട്ടി. വാ, ഭയങ്കര എനർജി. ഇതൊരു തുടക്കം മാത്രം. എനർജി ഞാനിപ്പോ ആലോചിക്കുന്ന അറിയാം, നമ്മൾ കറക്റ്റ് 30 ദിവസത്തിനുള്ളിൽ ചലഞ്ച് തീർത്തിട്ട് ഒരു വീട് മേടിക്കുന്നത്. ഇൻ കേസ് തീർന്നില്ലെങ്കിലോ? അപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. തോർത്തൊടുത്ത് അർദ്ധനഗ്നനായ 2 പേര് വഴിയിൽ നിൽക്കുന്നു. ഞാൻ അവരെ ലക്ഷ്യമാക്കി നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ ആ 2 പേരുടെ ഓണറിനെ കണ്ടുപിടിച്ച് ചലഞ്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഫൈനലി ഇന്നാ കൊണ്ടുപോ എന്ന് പറഞ്ഞു. എന്റെ ഒറ്റ വാക്കിന്റെ പുറത്ത് ആ മനുഷ്യൻ എന്റെ കൂടെ ഇറങ്ങി വന്നു. പക്ഷെ 2 മിനിറ്റ് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഈ തോർത്തെടുത്ത മനുഷ്യനെ അടുത്തതായിട്ട് ആരും മേടിക്കത്തില്ല എന്നെനിക്ക് തോന്നി. കാരണം എനിക്കങ്ങനെ തോന്നി. കിട്ടിയതുപോലെ തന്നെ ഞാൻ ആ മനുഷ്യനെ തിരിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ എടുത്ത ആ തീരുമാനത്തിൽ എനിക്ക് നല്ല വിഷമം തോന്നി. ഐ മിസ് യു. രാത്രി കിടന്നുറങ്ങാനുള്ള പാർട്ട്ണർ പോയി. ഒന്നും വിചാരിച്ചില്ല, വേണ്ടെന്ന് പറഞ്ഞത്. അത് കൊണ്ടുപോയായിരുന്നു. ആരെങ്കിലൊക്കെ മേടിക്കാതിരിക്കുമായിരുന്നു. എന്നാലും അവൻ എന്തിനാണ് വിട്ട് കളഞ്ഞത്? പക്ഷെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് സമയം തീരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോയി. ട്രേഡ് അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഇല്ലേ, തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങിയോ? ഞാനൊരു മലയാളിയോടും ഒരു ഹിന്ദിക്കാരനോടും ട്രേഡ് ചോദിച്ചു. മലയാളി ആദ്യം തന്നെ റിജക്ട് ചെയ്തു. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഹിന്ദിക്കാരനിലാണ്. എന്റെ കോൺഫിഡൻസ് എവിടെയോ കുറഞ്ഞു എന്ന് തോന്നിയ സമയത്താണ് ഞാൻ പോക്കറ്റിൽ സ്ലീക്ക് ആൻഡ് എലഗന്റ് ഡിസൈൻ പേനയുള്ള ഒരാളെ കണ്ടത്. എങ്ങനെയെങ്കിലും ആ പേന എന്റെ കയ്യിൽ വരണം. കിട്ടി, പേന കിട്ടി. ചെയ്തോ? പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ആളിലേക്ക് പോയി. ട്രേഡ് ചെയ്യാൻ വാല്യൂ കൂടിയ സാധനമൊന്നും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവരെ കണ്ടത്. ചോദിച്ചു നോക്കാം എന്തെങ്കിലും തരുമോ. അല്ല മോനെ, ഇവർക്ക് പകരം എന്റെ കയ്യിലുള്ള ഫൈബർ ടിപ്പ് ഫോർ സ്മൂത്ത് ഫൈൻ ആ പേന തന്നാ മതിയോ എന്ന് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു. അങ്ങനെ എന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ചേട്ടൻ ആ 2 മീനെ എനിക്ക് തന്നു. നമുക്ക് രണ്ടാമത്തെ ട്രേഡിൽ ഒരു മീനെ കിട്ടി. യെസ്, ഒരു മീനല്ല, 2 മീൻ. ആ ചേട്ടൻ പറഞ്ഞു അധികം വെയിൽ കൊള്ളിക്കണ്ട, പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അയ്യോ, ഇതിന് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെ കണ്ടേ, തീറ്റ മേടിക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ പോയി തീറ്റ മേടിച്ചു. തീറ്റ താളാ ഇതും കൂടെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അധികം നേരം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അരമണിക്കൂറും കൂടെ നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോയേക്കാം. ഈ ഒരു ചലഞ്ചിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യമാണ് പേടി. ചെറിയ പേടി കാരണം ഞാൻ ഇതുവരെ വലിയ ഷോറൂമുകളിൽ കയറി ട്രേഡ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റാൻ പോവാണ്. എനിക്ക് നടക്കില്ലെന്നൊന്നും എനിക്കറിയത്തില്ല.
ജസ്റ്റ് ഒരു ട്രൈ ആണ്. ട്രൈ ചെയ്താൽ ഒന്നെങ്കിൽ ഒരു ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ട്രൈ ആണ് അല്ലടാ? അതെ, ഒരു വലിയൊരു ടെക്നിക്കൽ അല്ലല്ലോ, ഇലക്ട്രോണിക് സ്റ്റോറാണ്. ഞാൻ ധൈര്യമെല്ലാം സംഭരിച്ച് ഞാൻ കയറാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ മീനുണ്ട്, ഇതാണ് കട. ഞാൻ നേരെ ഡയറക്റ്റ് പോയി ചോദിക്കാൻ പോവാണ്. അപ്പം എങ്ങനെ വരുമെന്നോ കാര്യമൊന്നും എനിക്കറിയത്തില്ല, ബാക്കി കാണാം. ട്രേഡ് ചെയ്തിട്ട് വീടില്ലാത്തവർക്ക് വീട് വരെ എത്തിക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇടയിൽ ഒരു ട്രേഡ് ചെയ്തിട്ടൊരു മീൻ എത്തിയിട്ടുണ്ട്. ഇത് ട്രേഡ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്നോട് ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനിങ്ങനെ ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്നപ്പം പെട്ടെന്നൊരു സെലിബ്രിറ്റിനെ കണ്ടു. നമ്മുടെ സ്വന്തം കോട്ടയംകാരൻ. കണ്ടൊരു വലിയ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അത് ഭയങ്കരമായിട്ട് കണ്ടതാണ് പിന്നെയും തുടങ്ങിയ സംഭവം. ഓക്കെ. അപ്പൊ നമ്മുടെ കുമാർക്ക് 2 പേര് ഇടണം അവിടെ. കുമാർ. അതെ, എനിക്ക് തോന്നുന്നു ഇവന്മാരെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ കാണുന്നു. ഇവന്മാർക്കല്ല, ഇവനും ഇവക്കും ഉള്ള പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.